ഇതാണ് പുണ്യനദിയായ പമ്പ നദി. പക്ഷെ ഇതിൻ്റെ പരിസര പ്രദേശമെല്ലാം മഹാവൃത്തിയുടെ. സമയം 10:30 രാവിലെ. ഇപ്പോൾ ലൊക്കേഷൻ കടപ്പാക്കട, കൊല്ലത്താണ്. അങ്ങനെ ചെറിയൊരു യാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പോകുന്ന യാത്രയിലെ റൂട്ടിലേക്ക് കടക്കുന്നത്. വി ആർ ഹെഡിങ് ടുവേർഡ്സ് പമ്പ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഈ 11:20 അങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ കേരളപരമായപ്പം എഴുത്താണി ഹോട്ടലിൽ നിർത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പം കൊല്ലം ചെങ്കോട്ട റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ റോഡുകളൊക്കെ വളരെ നാരോയാണ്. അപ്പോൾ സൂക്ഷ്യം കണ്ട് ഓടിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ പണി പാളും. പക്ഷെ റോഡിനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇതാണ് എളമ്പള്ളൂർ ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് കൊല്ലം ചെങ്കോട്ട റോഡ് ലെഫ്റ്റ് പിടിച്ച് ലെവൽ ക്രോസ് കടന്നങ്ങ് അപ്പുറം പോകണം. ഇത് ഈ കാണുന്ന ലെവൽ ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മണി 12 ഇപ്പോൾ നാഷണൽ ഹൈവേ 183A ആണിത്. പ്രസന്റ് ലൊക്കേഷൻ സിനിമാ പറമ്പ്. ഇപ്പോൾ അടൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം നാഷണൽ ഹൈവേ 183A അടൂർക്ക് പോകുന്ന വഴി തന്നെയാണ്. ഈ റോഡിന് വീതിയൊക്കെ കുറവാണ്, പക്ഷേ റോഡൊക്കെ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓടിച്ചു പോകാൻ നല്ല സുഖമുണ്ട്. അടൂർക്ക് ഒരു 6 കിലോമീറ്റർ ഓടി, ശബരിമലയ്ക്ക് 94 കിലോമീറ്റർ. അപ്പം നമ്മൾ ശബരിമല റൂട്ടിലോട്ടാണ് പോകുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ശബരിമല, ലെഫ്റ്റ് പോകുന്നത് കോട്ടയമാണ്. ലെഫ്റ്റും നേരെ കായംകുളം അങ്ങനെ പോകും. മണി 12:15. മണി 12:30 ലൊക്കേഷൻ ഓമല്ലൂർ. ഇനി ഒരു നല്ലൊരു ദൂരം കവർ ചെയ്യാനുള്ളത് എരുമേലി. ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. 1 മണിയായി. അങ്ങനെ റൂട്ട് ശബരിമലയ്ക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 62 കിലോമീറ്ററോടെ പോകാനുണ്ട്. റോഡ് അടിപൊളിയാണ്, വെൽ മെയിൻറ്റൈൻഡ്. റോഡൊക്കെ നല്ല കുട്ടപ്പന കെട്ടേക്കുക, ഓടിച്ച് നല്ല സുഖമായിട്ട്. പിന്നെ കൂടുതലും വളവും തിരിവാണ്. മണി 1:20. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല പൊക്കത്തിൽ കയറി കഴിഞ്ഞു ടുവേർഡ്സ് ശബരിമല. 45 കിലോമീറ്റർ ഉണ്ട് ഒരു. അപ്പോൾ ഭയങ്കര നല്ല മനോഹരമായ കാഴ്ചകളാണ്. വെസ്റ്റേൺ ഗാർഡ്സ്. റോഡെല്ലാം നല്ല കണ്ടീഷനിലാണ്, സുഖമായിട്ട് ഓടിച്ചു വരാം. സമയം 1:30. അങ്ങനെ ലാഹ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് റേഞ്ചാണ് ശബരിമല. നല്ല രീതിയിലുള്ള കയറ്റമാണ്. ഇത് ആക്ച്വലി ആനയൊക്കെ ഇറങ്ങുന്ന ഒരു കാട്ടുവഴിയാണ് ആക്ച്വലി ഇത്. ഇവിടെ പലയിടങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട്, ആന സഞ്ചരിക്കുന്ന സ്ഥലം സൂക്ഷിച്ചു പോകാമെന്നൊക്കെ. മണി ഇപ്പോൾ 2:30. അങ്ങനെ പമ്പയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. റോഡെല്ലാം സൂപ്പറാണ്. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് പമ്പയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെക്ക് ചെയ്യണം, പിന്നെ അവിടെ നിന്ന് നടന്ന് കയറണം. അപ്പം നമ്മൾ ഈ കാട് വഴി കൂടെ പമ്പ വരെ പോയി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. കാടും പ്രദേശമാണെങ്കിലും ഒരുപാട് ആളുകൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് വരുന്നത് കാരണം ഇതെപ്പോഴും ബിസി ആയിട്ടുള്ള റൂട്ടാണ്. ഫ്രണ്ടിലൊരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട് പമ്പ വരെ. കാടിൻ്റെ അകത്തൂടെ ഇങ്ങനെ ബസ് ഓടിപ്പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ശബരിമല ഫോറസ്റ്റ് ഏരിയയാണിത്. വലിയ വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. കാടിൻ്റെ അകത്തൂടെ ഒരു യാത്ര. ഇതിനു മുമ്പും ഒരുപാട് യാത്രകൾ ഇതാണെങ്കിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു
വഴി ആദ്യമായിട്ട് വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട് ഈ റൂട്ട്. KURTC വോൾവോ. പമ്പയ്ക്ക് ഇനി ഒരു 10 കിലോമീറ്ററോളം. മണി ഇപ്പോൾ 2:55. അങ്ങനെ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ താഴത്തെ പോയിൻ്റ് പമ്പ എത്തിയിരിക്കുകയാണ്. ഈ പോയിന്റിൽ നിന്നാണ് ആളുകൾ മല കയറി അങ്ങ് മേളിൽ പോകുന്നത്, ശബരിമല അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ ബേസ് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ താഴെ പമ്പ ആദ്യം ഒഴുകി പോകുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇവിടെ വരെ വന്നു. ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ വരുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഫൈനലി വി ഹാവ് റീച്ച്ഡ് പമ്പ. ഇനി പയ്യെ ഇവിടെ പമ്പ നദിയൊക്കെ ഒന്ന് കണ്ടിട്ട് കറങ്ങി തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. നല്ല വെയിലുണ്ട്, നല്ല ഹ്യൂമിഡുമാണ്. ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിനായിട്ട് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. ഐ ക്യാൻ സീ വെഹിക്കിൾസ് ഫ്രം മഹാരാഷ്ട്ര, MP, all parts of India. ഇതാണ് പുണ്യനദിയായ പമ്പ നദി. പക്ഷെ ഇതിൻ്റെ പരിസര പ്രദേശമെല്ലാം മഹാവൃത്തിയുടെ. ആളുകൾ സിവിക് സെൻസ് വളരെ മോശമാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാം ഈ ഏരിയയിലുണ്ട് കാണാൻ. വെള്ളത്തിന് ആഴം കുറവാണ് ഇവിടെ. നടന്ന് നിൽക്കാവുന്ന അത്രേ ആഴേ ഉള്ളൂ. ഓരോരുത്തന്മാർ ഇട്ടിരിക്കുന്ന 100 ഊരിയുടെ കളയും നോക്കി. പരിസര പ്രദേശം മുഴുവൻ വൃത്തിയുടെ. ഓരോരുത്തന്മാർ അടിവസ്ത്ര ഊരി ഇവിടെ കളഞ്ഞേക്കുക. കാല എനിക്ക് തണുപ്പുണ്ടോടാ? ഇല്ലേ, തണുപ്പില്ലേ? അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഏരിയയിലോട്ട് വരുന്നത്. പമ്പ നദിയാണിത് ഈ കാണുന്നത്. പക്ഷെ ഈ പരിസര പ്രദേശം മുഴുവൻ മഹാവൃത്തിയുടെ. ഈ ആളുകൾ ഇവിടെ കുളിച്ചിട്ട് ഈ അടിവസ്ത്രം ഇവിടെ ഊരിക്കളയിട്ടങ്ങ് പോകും. ഇതിൻ്റെ സകല പടവുകളിലും ഇങ്ങനെ ഓരോ അടിവസ്ത്രങ്ങൾ കിടപ്പുണ്ട്. വെറും വൃത്തിയാക്കിയിട്ടേക്കുക. പൗരബോധം കുറവാണ് ആളുകൾക്ക്. അതിൻ്റെ എല്ലാം അറിയാണ്ട് ഇവിടെ. മണി ഇപ്പം 3:45. അങ്ങനെ ഇവിടുന്ന് തിരിച്ച് പോയേക്കുവാണ്. ഈ ഏരിയ മഹാവൃത്തിയടാ. കാര്യം പുണ്യനദിയാണ്, ഒരുപാട് പേര് വരുന്നതൊക്കെയാണ്. പക്ഷേ ആളുകൾക്ക് ഒട്ടും സിവിക് സെൻസ് ഇല്ല. അതിൻ്റെ ശരിക്കും അറിയാമുണ്ട്. ഈ നദിയുടെ 2 സൈഡിലും ഉള്ള വൃത്തികേടുകളെല്ലാം ഉണ്ട്. ഇട്ടിരുന്ന അടിവസ്ത്രമൊക്കെ ഊരി അവിടെ തന്നെ കളഞ്ഞിട്ട് പോയേക്കുക. ഒടുക്കത്ത ദുർഗന്ധവും. ഇപ്പം തിരക്ക് കുറവാണ്, എന്നിട്ട് കൂടി ഈ അവസ്ഥയാണ്. അപ്പോൾ തിരക്ക് കൂടുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു. ആളുകളുടെ സ്വഭാവം നന്നാവാതെ നാട് നന്നാവുന്ന ലക്ഷണമില്ല. അങ്ങനെ പമ്പാ നദി
പമ്പക്കരയിലെത്തി. പമ്പാ നദി കണ്ടു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ജീവിതത്തിൽ. ദൂരം നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴക്കോളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് ശബരിമല. ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ ഇതുവഴി കയറി അങ്ങ് മുകളിലോട്ട് പോകും. പമ്പയാണ് ഇതിൻ്റെ ബേസ് പോയിൻ്റ്, ബേസ് ക്യാമ്പ്. ഇവിടെ വന്നിട്ടാണ് ആളുകൾ ട്രെക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. ദൂരെയൊക്കെ നല്ല മഴക്കോളുണ്ട്. പമ്പയിൽ നിന്ന് തിരിച്ചു പോയേക്കുവാണ്. ഇതാണ് KSRTCയുടെ പമ്പ ബസ് ഡിപ്പോ, പമ്പ ബസ് സ്റ്റേഷൻ. ഇപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്ന വഴിയാണ്. ഈ ഒരു കാട്ടുപാത ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. കാട്ടിലൂടെ യാത്ര എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ വരണം. ചുറ്റിനും മരങ്ങളാണ്. ഒത്ത നടുക്കൂടെ നല്ല റോഡും പോകുന്നുണ്ട്. കംപ്ലീറ്റ് ഇറക്കുവാൻ കയറ്റമാണ്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇപ്പം മഴ പൊടിക്കുന്നുണ്ട്. മഴയൊന്ന് പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഫോഗിയായി. ഇപ്പം നിലയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇത് ലൊക്കേഷൻ പ്ലാപ്പള്ളി. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം ടുവേർഡ്സ് സീതത്തോട്. ഇത് ഭയങ്കര സീനിക്കായിട്ടുള്ള റൂട്ടാണ്. ഇത് ലൊക്കേഷൻ പ്ലാപ്പള്ളിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ടുവേർഡ്സ് സീതത്തോട് നേരെയും പോവാം. ഇത് കുറച്ചുകൂടെ സീനിക്കായിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടാണ്. സോ വി ആർ ഹെഡിങ് ടുവേർഡ്സ് ആങ്ങാമൊഴി. ആങ്ങാമൊഴി വന്നിട്ട് പിന്നെ അങ്ങ് പത്തനംതിട്ടയ്ക്ക് ഓടി പോകാനുള്ള പരിപാടിയാണ്. ആങ്ങാമൊഴി പാലം. സൂപ്പറാണ്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നതാണ് ഗവി. ഗവിക്ക് ഇവിടുന്ന് ലെഫ്റ്റ്, നമുക്ക് ഇവിടുന്ന് റൈറ്റ് ചിറ്റാർ. ഇപ്പം ചിറ്റാറ് വന്നിട്ട് അച്ചൻകോവിൽ വഴി പുനലൂർ വഴി ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴിയാണ് ഓൺ ദ വേ. ചിറ്റാറെത്തി. ചിറ്റാറിൽ നിന്ന് അച്ചൻകോവിൽ പോകുന്ന റൂട്ടായത്. ഈ റൂട്ട് ഭയങ്കര സീനിക്കാണ്, മലയോര പ്രദേശമാണ്. വെസ്റ്റേൺ ഗാട്സ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ടു ഗുഡ്. യാത്രയിൽ കൂടെ ബലിനയാണ്. ചിറ്റാറ് വന്നിട്ട് കോന്നി പോകുന്ന റൂട്ടാണിത്. ഫോറസ്റ്റാണ്.
ഒരു രക്ഷയില്ല. ഭയങ്കര അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി കോടയായി, ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകേണ്ടത് അരുവികൾ. ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ ഈ ഒരു റൂട്ട് ഒരു രക്ഷയില്ല. ഇറ്റ്സ് മെസ്മറൈസിങ്, ടു ഗുഡ്. റിസർവ് ഫോറസ്റ്റ് ആണ്, കാടിൻ്റെ അകത്താണ്. ചിറ്റാറ് വന്നിട്ട് ഇപ്പം കോന്നി അച്ചൻകോവിൽ റൂട്ടിലോട്ട് കടന്നിരിക്കുകയാണ്. ഇപ്പം കോന്നിയായി, തണ്ണിത്തോട് കഴിഞ്ഞു, കോന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ലൊക്കേഷൻ തണ്ണിത്തോട്. ഇത് ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. ഈ ഒരു സർക്യൂട്ട് ഫോറസ്റ്റ് റേഞ്ച് അകത്തുള്ള റോഡാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാനന ഭംഗി ആസ്വദിച്ച് കാർ ഓടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ വന്നാൽ മതി. സൂപ്പറാണ്, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. മണി 6 ലൊക്കേഷൻ കോന്നി, ഓടിച്ചൊരു വഴിയായി. അങ്ങനെ ഇവിടെ ഹോട്ടൽ അന്നപൂർണ, ഇവിടെ ഒരു ചായ അടിക്കാൻ നിർത്തി. ഈ റോഡ് കോന്നിന്ന് പുനലൂർക്ക് പോകുന്ന റൂട്ടാണ്. ദിസ് റോഡ് ഗോസ് സ്ട്രേറ്റ് ടുവേർഡ്സ് പുനലൂർ. നമ്മുടെ അടുത്ത ലക്ഷ്യം പുനലൂരാണ്.